കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ തലസ്ഥാനത്തെത്തുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനുവരി 23-ന് മോദി എത്തുന്നതോടെ സംസ്ഥാന ഭരണമെന്ന മിഷൻ 2026-ന് തിരശീല ഉയരും. ഇരുമുന്നണികൾക്കും തിരിച്ചടി നൽകി സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തുമെന്ന് BJP നേതൃത്വം. വരാനിരിക്കുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം താൻ കേരളത്തിലെത്തുമെന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനം. BJP അധികാരത്തിലെത്താൻ വിദൂര സാധ്യത പോലും ഇല്ലെന്നായിരുന്നു UDFന്റെയും LDFന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ ഇരുമുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് NDA അധികാരത്തിലെത്തിയ കാഴ്ചയാണ് തിരുവനന്തപുരത്തുണ്ടായത്. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസമാണ് BJP നേതൃത്വത്തിന് നൽകിയത്. നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ പ്രധാനമന്ത്രി കേരളത്തിലെത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 23-ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുമെന്നാണ് BJP കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ജനങ്ങൾ നൽകിയ വിശ്വാസവും സ്വീകാര്യതയും വരും കാല തെരഞ്ഞെടുപ്പുകളിലും ലഭിക്കുന്നതിനായി ഒട്ടനവധി പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തുമെന്നത് ഉറപ്പാണ്. തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര വികസന രേഖ പ്രധാനമന്ത്രി അന്ന് അവതരിപ്പിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന കോറിഡോർ പദ്ധതിയാണ് അതിൽ പ്രധാനം. ഇതോടെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം തിരുവനന്തപുരത്തിന് ഉണ്ടാകും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് റെയിൽവേയിൽ ആധുനിക സംവിധാനങ്ങളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തും. കൂടാതെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ശാസ്ത്രീയ വിപുലീകരണം, ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയവ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായും അദ്ദേഹം പ്രഖ്യാപിക്കും. അത്യാധുനിക സംവിധാനങ്ങളുള്ള അമൃത് ഭാരത് ട്രെയിനുകൾ വഴി സാധാരണക്കാർക്ക് മികവുറ്റ യാത്രാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുള്ള പ്രഖ്യാപനങ്ങളും മോദി നടത്തും. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇതിനു പുറമെ മറ്റ് 3 ട്രെയിനുകളുടെ യാത്രകൾക്കും അദ്ദേഹം തുടക്കമിടും. ഇത് കേരളത്തിലെ ട്രെയിൻ യാത്രാ രംഗത്ത് വലിയ വിപ്ലവമായി മാറുമെന്നത് ഉറപ്പാണ്. BJPയുടെ ഭരണകാലത്ത് ഒരു കോർപ്പറേഷനിൽ ഇത്രത്തോളം വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഭരണം ലഭിച്ചാൽ വികസന രംഗത്ത് അത്ഭുതകരമായ കുതിച്ചുകയറ്റം സൃഷ്ടിക്കാനാകുമെന്ന് പ്രചരിപ്പിക്കാൻ BJP കേന്ദ്രങ്ങൾക്ക് ഇതുവഴി സാധിക്കുകയും ചെയ്യും. ഈ വിധം ലക്ഷ്യങ്ങളോടെ മിഷൻ 2026 പദ്ധതിയുടെ പ്രസക്തി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാകും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നടക്കുന്ന BJP റാലിയിൽ പ്രധാനമന്ത്രി അണികൾക്ക് ആവേശം പകരുന്നത്. ഒരർത്ഥത്തിൽ NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടിയാകും അന്ന് പ്രധാനമന്ത്രി നടത്തുക. നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നതിന് മുൻപേ BJPയുടെ സംഘടനാ സംവിധാനം കെട്ടുറപ്പുള്ളതാക്കി മാറ്റാനാണ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്ക് നേതൃത്വം ചുമതല നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയ്ക്കാണ് സഹചുമതല. BJP ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൽ ചുമതലയേറ്റതിന് ശേഷമാണ് കേരളത്തിന് പ്രത്യേക പ്രാധാന്യം നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി കേരളത്തിലെ മുതിർന്ന BJP നേതാക്കളുമായി നിതിൻ നബിൽ പ്രാഥമിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു. തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം സ്വന്തമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ വൈകാതെ തന്നെ കേരളത്തിലും അധികാരത്തിൽ എത്താനാകുമെന്ന മാസ്റ്റർ പ്ലാൻ ആണിവർ മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദി എത്തുന്നത് കേരളം പിടിക്കണമെന്ന ലക്ഷ്യം അരക്കെട്ടുറപ്പിക്കാൻ കൂടിയാണ്. കേന്ദ്രഭരണത്തിന്റെ പിൻബലം, പ്രവർത്തനങ്ങൾക്കായി വൻതോതിൽ സാമ്പത്തിക സഹായം, അതിനു പുറമെ തിരുവനന്തപുരത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വികസനകാംക്ഷികളായ വോട്ടർമാരെ ഈ വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വിജയോത്സവത്തിനായുള്ള നരേന്ദ്രമോദിയുടെ വരവിനെ അത്യധികം ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് BJP നേതാക്കൾ. പ്രധാനമന്ത്രിയുടെ വരവിനെ അത്യധികം ഉൾക്കിടലത്തോടെ UDF, LDF നേതാക്കൾ ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.